സാക്ഷി, നീ ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്നത് എന്നെയായിരിക്കും അല്ലേ? ഇല്ല ഋഷി, നിന്റെ മുന്നിൽ വീണ്ടും ഈ ഒരു അവസ്ഥയിലെത്തുന്നില്ല ഞാൻ എന്നെ തന്നെ സ്വയം വെറുക്കുന്നു. നിന്നെ വേദനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, പക്ഷേ നിന്റെ ഓരോ വാക്കുകളാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഋഷി പ്ലീസ്, എന്നെ ഒന്ന് വെറുതെ വിടുവോ? നിന്റെ കൺമുന്നിൽ പോലും ഞാൻ വരില്ല. ഞാൻ ഇവിടെ നിന്ന് പൊക്കോട്ടെ. സോറി, നീ എനിക്കുള്ളത് എനിക്ക് മാത്രം. ഋഷി, നീ എഴുന്നേറ്റോ? ഞാൻ ഇത്ര നേരം നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഒരു അത്യാവശ്യ കാര്യം പറയാൻ. ഏട്ടൻ ഇത്രയും നേരം എന്നെ വെയിറ്റ് ചെയ്തിരുന്നോ? ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ ഞാൻ താഴെ ഇറങ്ങി വരത്തില്ലായിരുന്നോ? എന്തു പറ്റി? എന്താ കാര്യം? അതൊക്കെ പറയാം. അല്ല, സാക്ഷി എഴുന്നേറ്റില്ലേ? അവൾക്ക് തലവേദന എങ്ങനെയുണ്ട്? തലവേദന കുറവുണ്ട്, മെഡിസിൻ എടുത്തല്ലോ, റെസ്റ്റ് എടുക്കുക. അവൾ കിടന്നോട്ടെ. ഏട്ടൻ കാര്യം പറ. അത് ഒരു മീറ്റിംഗ് ഉണ്ട്, നീയും ഞാനും അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് തന്നെ പോകണം. ഒരു ദിവസം എടുക്കും. അവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റൂ. അത് പറയാനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. മീറ്റിങ്ങോ? അതും ഇത്ര എമർജൻസി ആയിട്ട്? അവൾക്ക് വയ്യാതിരിക്കുകയല്ലേ? ഏട്ടൻ അച്ഛനോട് പോകുന്നതല്ലേ ബെറ്റർ. ഞാൻ അവളുടെ കൂടെ നിൽക്കാം. അവളുടെ കാര്യം എടുത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഹൃദയോടും അമ്മയോടും പറയാം. അവരവളെ കെയർ ചെയ്തോളൂ. ഇത് നമുക്ക് രണ്ടുപേർക്കും പോകാനുള്ള അർജൻറ്റ് മീറ്റിങ്ങാണ്. നീ വന്നേ പറ്റൂ. ശരി, ഏട്ടനൊന്ന് വെയിറ്റ് ചെയ്യ്. ഞാനിപ്പോൾ വരാം. ഇന്ന് നിന്നോട് എനിക്കെല്ലാം പറയണം, എല്ലാം അറിയണം. ഇനിയും ആ പാവ സാക്ഷിയെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാക്ഷി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് നോക്ക്. സാക്ഷി, ഞാൻ ഇന്നിവിടെ ഉണ്ടാവില്ല. നാളെ വരുള്ളൂ. ഒരു മീറ്റിംഗ് ഉണ്ട്. ഏട്ടനും ഞാനും കൂടെ പോവുക. ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നിനക്കെന്താ ചെവി കേൾക്കുന്നില്ലേ? ഇതിനു മുമ്പ് നീ ഇവിടെ നിന്നൊക്കെ പോകുന്നതിന് എന്നോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? പിന്നെന്തിനാ ഇതെന്നോട് പറയുന്നത്? ആവശ്യമുണ്ട്. ഞാൻ പോകുന്ന തക്കത്തിൽ ആരുടെങ്കിലും കൂടെ പോകാമെന്നാണ് ഉദ്ദേശമെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാനേ പോകുന്നുള്ളൂ. എനിക്ക് ചുറ്റുമുള്ള എല്ലാം നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അത് നീ മറക്കണ്ട. എനിക്ക് നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നേരത്തെ ആവായിരുന്നു. നീ ഇല്ലാത്തപ്പോൾ ഒളിച്ചോടേണ്ട ആവശ്യം എനിക്കില്ല. ഈ വീട്ടിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ സ്വപ്നം പോലും കാണണ്ട. നീ ഇതുപോലെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഞാൻ പോയിട്ട് വരാം. വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അല്ലമ്മ, ഇന്ന് സാക്ഷി ഇങ്ങോട്ട് വന്നില്ലേ? സാധാരണ ഒരു 2 വട്ടമെങ്കിലും എന്നെ വന്ന് കാണേണ്ടതാണല്ലോ. ആ മോളെ, സാക്ഷിക്ക് ഒട്ടും വയ്യ, ഭയങ്കര തലവേദന എന്ന് പറഞ്ഞ് ഋഷി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്, അവള് റെസ്റ്റ് എടുക്കുക, കിടന്നോട്ടെ എന്നും പറഞ്ഞു. അതാ എനിക്ക് തോന്നി വയ്യാണ്ടായി കാണുമെന്ന്. ഇന്നലെ പാർട്ടിയിൽ തീരെ ഉഷാറില്ലായിരുന്നു, മുഖമൊക്കെ വല്ലാണ്ട്. അപ്പോഴേ ഞാൻ ചോദിച്ചതാ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. അത് ശരിയാ, ഞാനും ശ്രദ്ധിച്ചായിരുന്നു. പാർട്ടിയിൽ വെച്ച് മോളുടെ മുഖം തീരെ വയ്യാത്ത പോലെ. കുറച്ച് കഴിഞ്ഞ് ഒന്ന് പോയി നോക്കാം. കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഈശ്വര, ഓരോ വെള്ളത്തുള്ളിൽ വീഴുമ്പോഴും എൻ്റെ ശരീരമൊക്കെ വേദനിക്കുവാണല്ലോ. ഋഷി, ഞാനന്ന് നിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചപ്പോൾ എൻ്റെ ശരീരവും മനസ്സും നീ ഇപ്പോൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന. എന്നെങ്കിലും ഒരു ദിവസം നീ എന്നെ മനസ്സിലാക്കും. അന്ന് നീ അറിയും ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ. അമ്മയും ചേച്ചിയും എന്നെ തിരക്കുന്നുണ്ടാവും. പോയാലോ താഴോട്ട്? ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ഇത് അന്നോൺ നമ്പറാണല്ലോ. ആരാ ഇത്? ഹലോ, ആരാ? സാക്ഷി, ഇത് ഞാനാ, ശ്രീ. ശ്രീ, നീ എന്താ എന്നെ വിളിച്ച? ഈ കാര്യം എങ്ങാനും ഋഷി അറിഞ്ഞ? ഈശ്വര. സാക്ഷി, പാനിക്കാവണ്ട. അവനെ അറിയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ നിന്നെ വിളിച്ചത്. ഞാൻ വിളിച്ചതിൻ്റെ മെയിൻ കാര്യം, അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി ഞങ്ങളുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് ആക്കിയിട്ടുണ്ട്. അമ്മയോർത്ത് ടെൻഷൻ അടിക്കേണ്ട നീ. ശ്രീ, നീ പറഞ്ഞ സത്യമാണോ? ഋഷി അറിയാതെ അമ്മ എവിടെ നിന്ന് എങ്ങനെ മാറ്റി? ഋഷിയുടെ ബ്രദർ ഹെൽപ്പ് ചെയ്തു. നീ അമ്മയോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ആൻറ്റി എൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്. നിനക്ക് എൻ്റെ കൂടെ വരണോ? അവിടെ ഇനി ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കണോ? ഞാൻ വേണമെങ്കിൽ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോരാം. ശ്രീ, ഒത്തിരി താങ്ക്സ്. എൻ്റെ അമ്മയെ നീ അവിടെ നിന്ന് മാറ്റിയല്ലോ. എനിക്കിപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ശ്രീ, നീ എന്നെ വിളിക്കണ്ട. ഋഷി നാളെ ഇവിടെ വന്നതിന് ശേഷം അവനോട് പറഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരും. അവനറിയണം ഞാൻ നിൻ്റെ അടുത്തേക്കാണ് വരുന്നതെന്ന്. നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ.
എന്തുണ്ടെങ്കിലും ഈ നമ്പറിലോട്ട് ഇങ്ങ് വിളിച്ചാൽ മതി. ഞാൻ എപ്പോൾ വേണമെങ്കിലും നിൻ്റെ അടുത്തേക്ക് വരും. ഞാൻ ഫോൺ വെക്കട്ടെ? ബൈ. ഏട്ടൻ എന്താ പറ്റിയ? മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴത്തെ രാത്രിയായി, ഇതുവരെ മീറ്റിങ്ങിൻ്റെ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ശരിക്കും ഏട്ടൻ എന്താ പറ്റിയ? വന്ന് നിറന്നിട്ട് ഈ ഒരു ഇരിപ്പാണല്ലോ. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഏട്ടന്? ഋഷി, ഞാൻ മീറ്റിംഗ് എന്ന് പറഞ്ഞ് നിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞാൽ കൊണ്ടുവന്ന്. എനിക്ക് നിന്നോട് സംസാരിക്കണം എബൌട്ട് സാക്ഷി, ശ്രീ, ഋഷി. വേണ്ട ഏട്ടാ. അപ്പോൾ ഞാൻ ഊഹിച്ച പോലെ ശ്രീജിത്ത് ഏട്ടനെ വന്ന് കണ്ടു. എന്നിട്ട് കുറേ കേട്ടുകൾ പറഞ്ഞ് വിട്ടിട്ടുണ്ടാവും. അതൊന്നും കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല ഏട്ടാ. എനിക്കറിയാം എന്താ നടന്നതും ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നൊക്കെ. അവരുടെ കഥ കേട്ട് വീണ്ടും പൊട്ടനാവാൻ ഞാൻ ഒരുക്കമല്ല. എൻ്റെ പൊന്നു ഋഷി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഏട്ടൻ ഞാൻ പറയുന്ന കേക്ക്. ഏട്ടന് പല കാര്യങ്ങളും അറിയില്ല, അതാ. അവൻ വന്ന് കുറച്ച് സെൻറ്റി അടിച്ചപ്പോഴത്തേക്ക് ഏട്ടൻ അതിൽ വീണു പോകും. നിന്നോട് ആരാ പറഞ്ഞ അവൻ എന്നോട് സെൻറ്റി അടിച്ചെന്ന്? ഞാനാ അവനെ പോയി കണ്ടത്. അവൻ എന്താ പറഞ്ഞെന്നുള്ളത് നീ അറിഞ്ഞാലല്ലേ നിനക്ക് മനസ്സിലാവുള്ളൂ. ശരി, അവർ രണ്ടുപേരും നിന്നെ ചതിച്ചു തന്നെ ഇരിക്കട്ടെ. 8 വർഷം സാക്ഷി ആരെയും കല്യാണം കഴിക്കാതെ എന്തിനാ കാത്തിരിക്കുന്നത്? അവൾക്ക് വേറെ ആരെങ്കിലും കെട്ടിക്കൂടെ? അത് ചിലപ്പോൾ അവർ ഫിനാൻഷ്യലി ഡൗൺ ആയപ്പോൾ ആരും കല്യാണം കഴിക്കാൻ റെഡിയായി കാണൂല. അത് നീ നിൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് വച്ചേക്കുന്നതാ. സാക്ഷിയെപ്പോലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആരും റെഡിയാവില്ലേ? ഏട്ടൻ എന്താ ഇപ്പോൾ പറഞ്ഞു വരുന്നേ? എനിക്ക് ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ല ഋഷി. നീ എൻ്റെ അനിയനാ, ഞാൻ നിൻ്റെ കൂടെ നിൽക്കേണ്ട. പക്ഷേ നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെനിക്ക് പറയണം. ഇത്രയൊക്കെ നീ കേട്ടില്ലേ? ഇനി നീ പറ, ആരാ ഇവിടെ തെറ്റുകാര്? ഒന്നും മനസ്സിലാക്കാതെ റിവെഞ്ച് എന്ന് പറഞ്ഞ് നീ ഇറങ്ങിയില്ലേ? അവളുടെ ഫാമിലിയിൽ അവളുടെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾക്ക് എന്നോട് ഓപ്പണായിട്ട് അത് പറഞ്ഞാൽ പോരെ? എന്നെ മാറ്റേണ്ട ആവശ്യമുണ്ടോ? വീണ്ടും നമ്മുടെ ഫാമിലിയിൽ അവളോ അവളുടെ അച്ഛൻ കാരണോ വീണ്ടും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവളൊന്നും പറയാത്ത. പിന്നെ നിന്നോട് പറഞ്ഞ നിനക്കാദ്യം ദേഷ്യമല്ലേ വരുള്ളൂ, അല്ലാതെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നിന്നെക്കൊണ്ട് പറ്റുമോ? ഋഷി, നീ നിൻ്റെ മനസ്സാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്ക്, സാക്ഷി ഒരു മോശം പെണ്ണാണോ എന്ന്. ഏട്ടാ, എന്നെ അവൾ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് വേണ്ടാന്ന് വെച്ചപ്പോൾ എനിക്ക് വേറെ ഒന്നും മനസ്സിൽ തോന്നിയില്ല. ഋഷി, എനിക്കറിയാം ആ സിറ്റുവേഷൻ നീ അന്ന് അനുഭവിച്ചതൊക്കെ ഞാൻ കണ്ടതല്ലേ. ഏട്ടാ, അവളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, വലിയ തെറ്റ്. ഒരു പെണ്ണും എന്നോട് ക്ഷമിക്കില്ല. എനിക്ക് അവളെ ഇപ്പോൾ കാണണം. ഋഷി, ഇപ്പോൾ രാത്രിയായി, വീട്ടിലെല്ലാവരും ഉറങ്ങുന്നുണ്ടാവും, അവളും ഉറങ്ങുന്നുണ്ടാവും. ഉറങ്ങട്ടെ. നമുക്ക് രാവിലെ പോയി സമാധാനമായിട്ട് നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കേ. ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്താൻ നോക്ക്, മനസ്സിലായോ? ആട്ടാ, ഞാൻ ഈ ചെയ്തതിനൊക്കെ അവളോട് മാപ്പ് പറയണം. എനിക്ക് അവളോട് ഒരുമിച്ചൊരു സന്തോഷമായിട്ടുള്ള ജീവിതം അതെനിക്ക് വേണം ഏട്ടാ. എൻ്റെ പൊന്നു ഋഷി, കൊച്ചു പിള്ളേരെ പോലെ ഇരുന്ന് കരയല്ലേ. തെറ്റ് പറ്റി, അതൊക്കെ നമുക്ക് നാളെ സംസാരിച്ച് ശരിയാക്കാം. നീ വാ, വന്ന് കിടക്ക്. ഋഷി, ഇനിയും നിൻ്റെ അടുത്ത് നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഇനിയും നീ എന്നെ മനസ്സിലാക്കുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ ഒരുപാട് തകർന്നു. ഇനി ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നാൽ ഞാൻ എനിക്ക് പോലും ഒരു വില തരാത്തവളാവും. എന്നിലെ പെൺമയ്ക്ക് യാതൊരു വിലയുമില്ലേ? എൻ്റെ അമ്മ നിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ കടിച്ചു തൂങ്ങി കിടന്നത്. നാളെ നിന്നെ കണ്ട് സംസാരിച്ച് എല്ലാം അവസാനിപ്പിക്കണം. എൻ്റെ ഋഷി, വണ്ടി ഞാൻ ഓട്ടിക്കണോ? ഇതെന്തിനാ ഇത്ര സ്പീഡിൽ വിടുന്ന? നീ ഒന്ന് റിലാക്സായിട്ട് ഓട്ടിക്ക്. ഇല്ലേട്ടാ, എനിക്ക് സാക്ഷിയെ കാണണം. അവൾ എന്നോട് ക്ഷമിക്കോ? അതാണോ കാര്യം? നീ ഇതൊക്കെ ചെയ്തിട്ടുള്ള നിൻ്റെ കൂടെ നിന്നില്ലേ, അവൾക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയും. ഏട്ടന് ചില കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ അവളോട് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാ. അവളുടെ അമ്മയെ വെച്ച് വരെ ഏട്ടാ, വണ്ടി ഒന്ന് പാർക്ക് ചെയ്തേക്ക്. ഞാൻ സാക്ഷിയെ ഒന്ന് കാണട്ടെ. ഈ ചെക്കൻ്റെ ഒരു കാര്യം.
ഋഷി വന്നോ? വാ. സാക്ഷി, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഋഷി, ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കാനുള്ള സമയത്ത് നമുക്കത് പറ്റിയിട്ടില്ല. സോ ഇത് പിടിക്ക്. സാക്ഷി, എന്താ ഇത്? ഈ പേപ്പർ നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. ഇതിൽ നീ സൈൻ ഇടണം. ഡിവോഴ്സ് പേപ്പറാ. എൻ്റെ അമ്മ നിൻ്റെ കസ്റ്റഡിയിലായിരുന്നില്ലേ? അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എനിക്കിവിടുന്ന് പോകണം. സാക്ഷി, ഞാനൊന്ന് പറയട്ടെ. എനിക്ക് തെറ്റുപറ്റിപ്പോയതാ. വേണ്ട ഋഷി, ഇനി നമ്മളൊന്ന് സംസാരിക്കണ്ട. ഞാനിതിൽ സൈൻ ചെയ്യുക. എന്നോട് ഇത്തിരിയെങ്കിലും സഹതാപം ഉണ്ടെങ്കിൽ ആ പേപ്പറിൽ സൈൻ ഇട്ട് തരണം. ഞാൻ ഇവിടുന്ന് പോവുക, പ്ലീസ്. സാക്ഷി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ നിന്നെ മനസ്സിലാക്കണമായിരുന്നു, പക്ഷേ പ്ലീസ് സാക്ഷി. എനിക്ക് പറയാനുള്ളത് ഒറ്റ തവണ പറഞ്ഞത് കേൾക്കാൻ നീ തയ്യാറായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. സാക്ഷി, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മാനസികാവസ്ഥ ഞാൻ ചിന്തിച്ചു കൂട്ടിയതൊക്കെ. വേണ്ട ഋഷി, എനിക്കിനി ഒന്നും കേൾക്കാൻ താല്പര്യമില്ല. എനിക്ക് ശ്രീയുടെ അടുത്തേക്ക് പോകണം. അവൻ എനിക്ക് വേണ്ടി വെയിറ്റിംഗാ. ശ്രീജിത്തിൻ്റെ അടുത്തേക്കോ? ഇല്ല സാക്ഷി, നിന്നെ ഞാൻ ഇവിടെ നിന്നും വിടില്ല. നീ ഇവിടെ നിൽക്കും. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ പേപ്പറിൽ ഒപ്പിട്ടെന്ന ഞാൻ ഇവിടുന്ന് പോകും. ഈ വീട്ടിൽ നിന്നല്ല, നിന്റെ കൺമുമ്പിൽ ഞാൻ കാണില്ല. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടി റെഡിയാ. പ്ലീസ് ഈ പേപ്പറിൽ ഒപ്പിട്ട് തരണം. എനിക്ക് ശ്രീയുടെ അടുത്ത് പോകണം. സാക്ഷി മാറി നിൽക്ക്. നിനക്കെന്താ പറഞ്ഞ? സാക്ഷി, ഇവിടെ എന്തോ ഒരു ഇത് സാക്ഷി സോറി, ഞാൻ മനഃപൂർവ്വമല്ല. കണ്ണോർക്ക് സാക്ഷി, ഞാനാ ഋഷി. കണ്ണോർക്ക് ഋഷി, ഇതെന്താ പറ്റിയ? ഇവളെങ്ങനെ താഴെ വീണ? മോനെ, മോക്കെന്താ പറ്റിയ? ഇതെന്താ ബ്ലഡ്? ഏട്ടാ, സാക്ഷിക്ക് എന്ത് പറ്റി? നിങ്ങൾ കരയല്ലേ? അവള് സ്റ്റെയറിൽ നിന്ന് താഴെ വീണതാ. ഒന്നുമില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കട്ടെ. നിങ്ങൾ വിഷമിക്കേണ്ട. സാക്ഷി, ഏട്ടാ. ഋഷി, എന്താടാ ഇതൊക്കെ? നിന്നോട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടേ? നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഏട്ടാ, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് മാറ്റിയതാ. പക്ഷേ സ്റ്റെയറിന്ന് താഴെ ഞാൻ അങ്ങനെ ചെയ്യില്ല ഏട്ടാ. അവളെ ഞാൻ അത്രയും വേദനിപ്പിക്കാൻ എനിക്ക്. ഋഷി, ഇത് തീരെ മോശമായിപ്പോയി. അവളോട് ഇങ്ങനെ വേണ്ടായിരുന്നു. കാശിയേട്ടാ, ഞാൻ പറഞ്ഞ സത്യം. ഞാൻ മനഃപൂർവ്വം അവളങ്ങനെ ചെയ്തിട്ടില്ല. മാം ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ബാക്ക് ഹെഡ് നല്ല രീതിക്ക് ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. മെയിൻ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാമിൻ്റെ ഇഞ്ചുറീസൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും 1-2 ഇമ്മീഡിയറ്റ് സർജറീസൊക്കെ ആവശ്യമായിട്ട് വരും. രവി, വേറെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യണോ നമ്മൾ? എങ്കിൽ ചെയ്യാം. എന്താ ഡോക്ടറെ, ഇവിടെ തന്നെ ഏറ്റവും നല്ല ഹോസ്പിറ്റലല്ലേ? ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ കൊണ്ടുപോകാൻ ഡോക്ടർ വരുന്നതിൻ്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. രവി, ഞാൻ സാക്ഷി ഒന്ന് കയറി കണ്ടോട്ടെ? സാർ, അത് മാം ICUലല്ലേ? പെട്ടെന്ന് കയറി കാണാമെന്നൊക്കെ പറഞ്ഞാൽ അത് അലോഡല്ലല്ലോ. കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഡോക്ടർ വന്നിട്ട് നോക്കാം. രവി, ഏത് പേഷ്യൻറ്റിനാ ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പറഞ്ഞ്? എന്തു പറ്റി? ഹെഡ് ഇഞ്ചുറി എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ശ്രീജിത്ത്, സാക്ഷിക്ക. അവളാ ഹോസ്പിറ്റലിൽ അവൾ സ്റ്റെയറിൽ നിന്ന് താഴെ വീണു. വാട്ട്? സാക്ഷിക്കോ? സാക്ഷിക്ക് എന്താ പറ്റിയ? സ്റ്റെയറിൽ നിന്ന് താഴെ വീണെന്നോ? സ്റ്റെയറിൽ നിന്ന് താഴെ വീണതാണോ അതോ ആരെങ്കിലും പിടിച്ച് തള്ളിയിട്ടതാണോ? ശ്രീ, എനിക്ക് മനസ്സിലായി നീ എന്നെയാണ്. പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല. മിണ്ടരുത് നീ. അവളെ കൊല്ല ചെയ്യുന്നത് അറിഞ്ഞിട്ടും എല്ലാം ഓക്കെ ആവുമെന്ന് കരുതി അവൾ നിൻ്റെ അടുത്ത് നിന്നതാ. എന്നിട്ട് അവളുടെ ഗതി ഞാൻ അവളെ പോയി ഒന്ന് നോക്കട്ടെ, എന്നിട്ട് സംസാരിക്കാം. ഋഷി, അവൻ പറഞ്ഞത് ശരിയാ. അവൾ നിൻ്റെ കയ്യിൽ സേഫ് അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ച. നീ അവളെ ഇത്ര കെയർലെസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു ഋഷി. ഏട്ടാ പ്ലീസ്, ഞാൻ മനഃപൂർവ്വം ഒന്നും. എന്നെ എന്താരും മനസ്സിലാക്കാത്തേ? ഋഷി, കാശി, എന്താടാ മൂക്ക് പറ്റിയ? അമ്മ വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ അറിഞ്ഞ. അതച്ചാ, സാക്ഷി സ്റ്റെയറിൽ നിന്ന് താഴെ വീണതാ. ഡോക്ടർ വന്നിട്ടുണ്ട്. ഈശ്വര,
എന്നിട്ട് മോക്കെന്തെങ്കിലും പറ്റിയോ? നിങ്ങളാരും ശ്രദ്ധിച്ചില്ലേ? എന്താ ഉണ്ടായ? ഹെഡ് ഇഞ്ചറിയാ. ഡോക്ടർ വന്നിട്ട് ഇനി ബാക്കി അറിയൂ. സാക്ഷി മാമിൻ്റെ സർജറീസ് ഒക്കെ കഴിഞ്ഞു. ആളിപ്പോൾ സെഡേഷനിലാണ്. ഡോക്ടർ നിങ്ങളെ വിളിക്കുന്നുണ്ട്, ചെന്ന് കാണാൻ പറഞ്ഞു. രവി, ഞാനൊന്ന് സാക്ഷി കയറി കണ്ടോട്ടെ പ്ലീസ്. എനിക്ക് അവളെ ഒന്ന് കാണണം. ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. സാർ, അത് മാം ഇപ്പോഴും സെഡേഷനിലാണ്. ആൾക്ക് ബോധം വന്നിട്ടില്ല. മെയിൻ ഡോക്ടർ ആരെയും കയറി കാണിക്കണ്ടെന്നാണ് പറഞ്ഞത്. സാറ് കുറേ നേരിട്ട് ചോദിക്കുകയല്ലേ, ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ. സാക്ഷി, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ മനഃപൂർവ്വം നിന്നെ താഴെ തള്ളിയിടുമോ? ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, പക്ഷെ നിന്നെ കൊല്ലാൻ ഞാൻ നോക്കൂല. നിനക്ക് എന്നെ അറിയില്ല. ഞാൻ ഒരിക്കലും മനഃപൂർവ്വം നിന്നെ മുകളിൽ നിന്ന് താഴെ തള്ളിയിടാൻ ശ്രമിക്കില്ല. സാക്ഷി, എന്നോട് നീ ക്ഷമിക്കില്ലേ? ശ്രീ സാക്ഷി, ഇത് ഞാനാ, ഋഷി. ശ്രീ ശ്രീ സാക്ഷി, നിനക്ക് എന്നെ അറിയില്ലേ? ഞാനാ നിന്റെ ഋഷി. ഋഷിയോ? അവൻ്റെ തലവേദന എടുക്കുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. ശ്രീ നീ എവിടെ?